നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സെയ്ദ് അസീം മുനീർ രാജ്യം വിട്ടതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ പ്രാദേശിക സോഴ്സുകളെ ഉദ്ധരിച്ച് വിവിധ ഇന്ത്യൻ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. റാവൽപിണ്ടിയിലെ ബങ്കറിൽ അസീം മുനീർ ഒളിവിലാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരം വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനൊപ്പം ജനറൽ മുനീർ പങ്കെടുക്കുന്ന ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് പഴയ ഫോട്ടോയാണ്. അതായത് കേന്ദ്ര സർക്കാർ, അതായത് നമ്മുടെ ഭാരതം ശക്തിയാർജിച്ച് പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന് കണ്ടതോടെ ഓരോ പട്ടാള മേധാവികളും പാകിസ്ഥാനിൽ നിന്നും ഒളിച്ചോടുകയാണ്. അതോടുകൂടി ആരും ഒളിച്ചോടിയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏതോ ഒരു പഴയ ഫോട്ടോയാണ് ഷഹബാസ് ഷെരീഫ് തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 26-ന് അബോട്ടാബാദിൽ നടന്ന പരിപാടിയിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങളെന്ന് തലക്കെട്ടായി നൽകിയിട്ടുണ്ട്. ജനറൽ മുനീറിനെ കാണാനില്ല എന്ന ഊഹാപോഹങ്ങൾ തള്ളിക്കളയാനാണ് തീയതി വ്യക്തമാക്കി പരാമർശിച്ചതെന്നാണ് സൂചന. പഹൽഗാം ഭീകരാക്രമണത്തിന് 2 ദിവസം മുമ്പ് കാശ്മീരിനെ പാകിസ്ഥാന്റെ കഴുത്തിലെ രക്തക്കുഴൽ എന്നാണ് പാക് സൈനിക മേധാവി വിശേഷിപ്പിച്ചത്. ഇസ്ലാമാബാദിൽ നടന്ന ഓവർസീസ് പാകിസ്ഥാൻ പ്രോഗ്രാം കോൺഫറൻസിലായിരുന്നു അസീം മുനീറിന്റെ വിവാദ പരാമർശം. ഒരു ശക്തിക്കും പാകിസ്ഥാനെ കാശ്മീരിൽ നിന്നും വേർപെടുത്താനാവില്ല എന്നും മേഖലയിലെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമെന്നും അസീം മുനീർ പറഞ്ഞു. രാജ്യത്തിന്റെ സൃഷ്ടിക്കായി നമ്മുടെ പൂർവികർ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ആദ്യം തന്നെ ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്ന് പറഞ്ഞതോടെയാണ് പാകിസ്ഥാൻ ഞെട്ടിവിറക്കുകയും അതോടൊപ്പം തന്നെ ആദ്യം പാകിസ്ഥാൻ വ്യോമപാത അടയ്ക്കുകയും ചെയ്തു. അതോടൊപ്പമാണ് പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ ഭയപ്പെടുകയും ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെ സ്വകാര്യ വിമാനത്തിൽ വിദേശത്തേക്ക് അയക്കുകയും ചെയ്തത്. എന്നിട്ട് പാകിസ്ഥാൻ ഭയക്കുന്നില്ല എന്ന് കാണിക്കാനായിട്ട് മിസൈൽ ഇരിപ്പുണ്ട്, മിസൈൽ വെറുതെ അല്ല വെച്ചിരിക്കുന്നത്, അതെടുത്ത് ഇന്ത്യക്ക് പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. തിരിച്ച് നരേന്ദ്രമോദി തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്, നമ്മളെ കയ്യിൽ മിസൈൽ ഇരിപ്പുണ്ട്, അത് ദീപാവലിക്ക് പൊട്ടിക്കാനല്ല, എടുത്ത് നിന്റെയൊക്കെ നെഞ്ചും കൂടെ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പാകിസ്ഥാനിലിരിക്കുന്ന ആകെ 130-120 മിസൈലേ ഉള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒട്ടനവധി മിസൈലുണ്ട്. പാകിസ്ഥാന് ഒരു സ്ഥലം തന്നെ തകർക്കണമെങ്കിൽ ആ 120 മിസൈൽ വേണം ഒരു സ്ഥലം തന്നെ തകർക്കാൻ. പക്ഷെ നമ്മുടെ കയ്യിരിക്കുന്ന ഒരൊറ്റ മിസൈൽ മതി പാകിസ്ഥാന് തന്നെ മൊത്തത്തിൽ ചാമ്പലാക്കാൻ. അത്യുഗ്രഹ പ്രകട ശേഷിയുള്ള മിസൈലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പാകിസ്ഥാനെ ലോക രാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ഓരോ നീക്കങ്ങളും നടത്തുകയാണ്. അതിന്റെ ആദ്യ പടിയാണ് വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ച് ഒരു ചർച്ച നടത്തിയത്. ചൈനയുടെ കൂടെ കൂട്ടുപിടിക്കുകയും ഇറാന്റെ സഹായം ഒരു തിടുക്കത്തിൽ തന്നെ പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട്. കൂടാതെ തുർക്കി ഇപ്പോൾ പാകിസ്ഥാന് കുറെ ആയുധങ്ങൾ ഇപ്പോൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം നടന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. അതായത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിൽ ഇനി അടുത്ത ആക്രമണം പാകിസ്ഥാനെതിരെ എങ്ങനെയായിരിക്കണം എന്നടക്കമുള്ള ഒരു സർജിക്കൽ അറ്റാക്ക് ആണോ വേണ്ടത്, എന്താണ് സൈനിക നടപടി പാകിസ്ഥാന് നേരെയുള്ളത് എന്നടക്കമുള്ള ഒരു വലിയൊരു അതീവ ഗൗരവമേറിയ ഒരു ചർച്ച ഇന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് അതിർത്തിയിൽ നിന്നും ഓടി ഒളിക്കുകയാണ്. കാരണം ഇന്ത്യൻ ആർമി ശക്തമായ രീതിയിൽ കാട് ഇളക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയപ്പോൾ അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഓടി ഒളിക്കുകയാണ്. ഏത് രീതിയിലാണ് ഒരു പ്രഹരം നടക്കുക എന്നതിൽ പാകിസ്ഥാന് ഇതുവരെയായിട്ട് ഒരു വ്യക്തമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റഫാൽ വിമാന കരാർ ഇന്ന് ഒപ്പുവെക്കും. 63,000 കോടി രൂപയുടെ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുക എന്നതാണ് റിപ്പോർട്ട്. ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയിൽ വിന്യസിക്കാനുള്ള 26 റഫാൽ വിമാനങ്ങൾക്കുള്ള കരാറാണിത്. സൈനിക അംഗബലം കൂട്ടുകയും ആയുധശക്തികൾ വാങ്ങുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ ഒരു ശക്തി കൂട്ടുക എന്നതാണ്. എന്തായാലും ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും പാകിസ്ഥാന് ചങ്കിടിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ.
ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.